നമ്മുടെ എന്താ പരിപാടി എന്താ പറയുമ്പോൾ നമ്മളിന്ന് കുറേ കുഞ്ഞ് ക്യാൻവാസുകൾ അടിക്കാൻ വേണ്ടി പോകുന്നത്. കുഞ്ഞ് ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 അടിയുള്ള ക്യാൻവാസാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ വളരെ ചിലവ് കുറഞ്ഞ രീതിക്കാണ് നമ്മൾ ക്യാൻവാസ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 10-20 രൂപയ്ക്ക് വാങ്ങിയ മറ്റേ റീപ്പർ ഇല്ലേ, അതായത് തടി വെട്ടിയിട്ട് തടിയൊക്കെ കട്ടി കടച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വന്ന കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഇല്ലേ, ആ പീസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ക്യാൻവാസ് ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന പോലെ കറക്റ്റ് അളന്ന് നോക്കിയിട്ട് നമ്മൾ ആ ഹാക്സോ ബ്ലേഡിന് അറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. തത്തച്ചി ഈ കാണുന്നവരുടെ ഒറ്റ കൈയും വെച്ചിട്ട് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട്. ഭയങ്കരമായ അക്രമമാണ്, പരാക്രമമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. തത്തച്ചി കാണാൻ പാവമായിട്ട് തോന്നുമെങ്കിലും തത്തച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ്. മനസ്സിലല്ലേ? ഈ കാണാലോ ക്യൂട്ട് ഫേസ് ആണെങ്കിലും തത്തച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ്, കണ്ണിലേക്കൂടെ തീ പറക്കും. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ക്യാൻവാസിൻ്റെ ആ ഫ്രെയിം കൃത്യമായിട്ട് മുറിച്ചെടുത്തിട്ട് അളന്ന് വെച്ചിട്ട് നമ്മൾ ഓരോന്നിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. വുഡ് ഫില്ല് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. വുഡ് ഫില്ല് വെച്ച് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ടച്ച് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ആണി അടിക്കുന്ന പരിപാടിയാണ്. ആണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ മറ്റേ മുള്ളാണിയില്ലേ, ആ മുള്ളാണി വെച്ചിട്ടാണ് ഇങ്ങനെ അടിച്ച് ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. മനസ്സിലല്ലേ? അപ്പോൾ അടി കൊണ്ടിട്ട് പൊട്ടുന്ന ഭാഗങ്ങളിൽ നമ്മൾ കുഞ്ഞാണിയാണ്ടിൻ്റെ കുഞ്ഞ് പലകയായതുകൊണ്ട് തന്നെ അടിക്കുന്ന സമയത്ത് പൊട്ടിപ്പോയുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിപ്പോകുന്ന സമയത്ത് ആ പൊട്ടുന്ന ഭാഗത്ത് ഈ കാണുന്ന വുഡ് ഫില്ല് ഒരു തുള്ളി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടില്ല. മനസ്സിലല്ലേ? ചിഞ്ചു ഈ കാണുന്ന കട്ടനൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. കട്ടനും കുടിച്ചിട്ടാണ് നമ്മൾ ബാക്കി പരിപാടി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പരിപാടിയുണ്ട്, കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് റീപ്പർ വെച്ച് അടിച്ചെടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബലമായിരിക്കും. മനസ്സിലല്ലേ? വളഞ്ഞു പോകില്ല, പുളവ് വരില്ല, അങ്ങോട്ട് പോകില്ല, ഇങ്ങോട്ട് പോകില്ല, കൃത്യമായിട്ട് ആ സ്ക്വയർ ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. മനസ്സിലല്ല? അപ്പോൾ ഈ കാണുന്ന നല്ലപോലെ ഫ്രെയിം അടിച്ചെടുത്തിട്ട് അടുത്ത് സാൻഡ് പേപ്പർ ചുരുട്ടിയെടുത്തിട്ട് അത് വെച്ചിട്ട് ഉരച്ചിട്ട് അങ്ങനെ കൃത്യമായിട്ട് ഈ കാണുന്ന ഉരച്ചെടുക്കാൻ വേണ്ടി പോകണം. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ഗണ്ണ് മാതിരി ഒരു സാധനം അതിനകത്ത് ക്യാൻവാസാണ്. മനസ്സിലല്ലേ? ക്യാൻവാസ് ഈ കാണുന്ന പോലെ വാങ്ങിയെടുത്തിട്ട് അത് മീറ്ററിന് 550 രൂപ വരുന്ന ക്യാൻവാസാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതിന് ചെറുതായിട്ട് കൃത്യമായിട്ട് അളന്നിട്ട് നമ്മൾ കട്ട് എടുക്കാൻ വേണ്ടി പോകണം. ഈ കാണുന്ന പോലെ ആ ഫ്രെയിം വെച്ചിട്ട് അതിനെ അളന്നിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടി പോകണം. ചിഞ്ചോട് മുറിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന കൃത്യമായിട്ട് ക്യാൻവാസൊക്കെ പിടിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ നെയിൽ ഗണ്ണില്ലേ, അതായത് മറ്റേ ഫ്ലെക്സൊക്കെ അടിക്കുന്ന ഗണ്ണില്ലേ, ആ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ അടിച്ചുറപ്പിക്കാൻ വേണ്ടി പോകണം. ഗണ്ണിനകത്ത് ഈ കാണുന്ന പോലെ അതിൻ്റെ പിന്നെടുത്തിട്ടതിന് ശേഷം നമ്മൾ അടിച്ചുറപ്പിക്കാൻ വേണ്ടി പോകണം. ഈ കാണുന്ന രീതിക്കാണ് ആ പിന്നിടുന്നത്. പിന്നെ കിട്ടിയ ശേഷം നമ്മൾ ഈ കാണുന്ന കൃത്യമായിട്ട് മറ്റേ ബുള്ളറ്റ് പോകുമ്പോൾ പോകും. അത് വെച്ചിട്ട് ഈ കാണുന്ന കൃത്യമായിട്ട് അടിച്ചുറപ്പിക്കാൻ വേണ്ടി പോകണം. ചന്ന പിന്നെ അടിച്ചുറപ്പിക്കാൻ വേണ്ടി പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചുറപ്പിക്കാൻ വേണ്ടി പോകണം. 4 സൈഡിലും അടിച്ചുറപ്പിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ കൃത്യമായിട്ട് അടിച്ചുറപ്പിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് ടെമ്പറായിട്ടുള്ളൂ. അപ്പോൾ സ്ട്രെച്ചിങ് പ്ലെയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന സാധാ പ്ലെയർ ഇല്ലേ, കട്ടിംഗ് പ്ലെയർ, സാധാ പ്ലെയർ, ആ പ്ലെയർ വെച്ചിട്ട് നമ്മൾ ഈ കാണുന്ന വലിച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് മറ്റേ പിന്നടിച്ച് വെക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായി? ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം കൃത്യമായിട്ട് മറ്റേ ആ ഗണ്ണ് വെച്ചിട്ട് അടിച്ച് ഉറപ്പിക്കുന്ന പരിപാടി. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് അതിൽ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ, നല്ല ടെമ്പറായിട്ടിരിക്കുള്ളൂ. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ അടിച്ചും വലിച്ചൊക്കെ എടുക്കാൻ വേണ്ടി പോകണം. 4 സൈഡും ഈ കാണുന്ന കൃത്യമായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടെമ്പറായിട്ടിരിപ്പുണ്ട്, സ്ക്വയർ ആയിട്ടിരിപ്പുണ്ട്, ചതുരായിട്ടിരിപ്പുണ്ട്, നല്ല പ്രഷറായിട്ടിരിപ്പുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഈ കാണുന്ന പോലെ സൈഡെല്ലാം എഡ്ജെല്ലാം കൃത്യമായിട്ട് പിടിച്ച് സ്ട്രെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന രീതിക്കാണ് നമ്മുടെ ക്യാൻവാസ് അടിച്ചെടുത്തുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 2 അടി നീളവും 1.5 അടി ഹൈറ്റും ഉണ്ട്. മനസ്സിലായി? ആ രീതിക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ക്യാൻവാസ് അടിച്ചാൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. സരസ്പൂച്ച നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യണം. മനസ്സിലല്ലേ? ചുമ്മാ വേണമെങ്കിൽ നിങ്ങൾക്കും ചെയ്ത് വെക്കാം. പ്രത്യേകിച്ച് തേക്കിൻ്റെ റീപ്പർ ഇട്ടാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. മനസ്സിലായില്ലേ? ടാറ്റാ.